നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മളെല്ലാം ജൈവകൃഷി ചെയ്യുന്നവർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഏറ്റവും നല്ലൊരു വളമാണ് ഫിഷ് അമിനോ ആസിഡ് എന്ന്. നമുക്കിന്ന് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് അതിലെ തെറ്റിദ്ധാരണകൾ നമുക്കൊന്ന് മാറ്റാം. ഈ കാണിക്കുന്നത് ഞാനൊരു 3 മാസം മുൻപ് ഉണ്ടാക്കി വെച്ച ഫിഷ് അമിനോ ആസിഡാണ് കേട്ടോ. ഇതുവരെ അതിനകത്തൊരു പുഴുവോ അല്ലെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ചിലർ പറയും വെള്ളം ചേർത്ത് വെച്ചാൽ ഫിഷ് അമിനോ ആസിഡ് പുഴുത്തു പോകുമെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. ഈ കാണിക്കുന്നത് ഒരു 3 ദിവസം മുൻപ് കലക്കി വെച്ചതാണ്. അതൊന്ന് ചെറുതായി വലത്തേക്ക് ക്ലോക്ക് വൈസിലാക്കി കൊടുക്കുന്നു. കൊച്ചു കൊച്ചു അടുക്കളത്തോട്ടത്തിന് അതിനായി പ്രത്യേകിച്ച് ചാള കടയിൽ നിന്ന് വാങ്ങിക്കുകയോ ഒന്നും വേണ്ടെന്നേ. നമ്മളെല്ലാവരും വീട്ടിൽ കറി വയ്ക്കാൻ വാങ്ങിക്കുന്ന ചാള വെട്ടി വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ വേസ്റ്റും വെള്ളവും പിന്നെ 1-2 ചാള നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് കേടായതോ ഇച്ചിരി നൊന്തതുപോലെ തോന്നിക്കുന്നതോ ഒക്കെ കാണുമല്ലോ. നമ്മൾ വെട്ടിയ വേസ്റ്റും ആ 1-2 അരിഞ്ഞിട്ട ചാളയും ആ വെള്ളവും എല്ലാം കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം ശർക്കര, അതായത് ഏകദേശം ഒരു ഉദ്ദേശ അളവ്, അതിൻ്റെ അളവ് 250 ഗ്രാം ചാളയുടെ തലയും വേസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 250 ഗ്രാമോളം ശർക്കരയും കൂടി നന്നായി ചീകിയിടുക ആ വെള്ളത്തിലേക്ക് തന്നെ. അതെടുത്ത് ഞാൻ പറയാൻ കാരണം, പലരും പറയുന്നത് കേട്ടു വെള്ളം ചേർത്ത് വെച്ചാൽ അത് പുഴുത്തു പോകുമെന്ന്. പക്ഷേ എനിക്കങ്ങനെ പുഴുത്തൊന്നും പോയിട്ടില്ല. നല്ലതുപോലെ അത് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അത്രയും തന്നെ അളവിൽ അതിലേക്ക് ശർക്കര ചീവി ഇട്ടിട്ട്, പിന്നെ ഒരു കാര്യം, നല്ല അടച്ചുറപ്പുള്ള ഒരു ടിന്ന് വേണം. നന്നായി മുറുക്കി അടച്ചു വയ്ക്കാൻ പറ്റുന്ന ടിന്ന്. നമുക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൂടെ കൊണ്ട് നന്നായിട്ട് അടച്ചും കൂടെ കൊടുക്കണം കേട്ടോ. ഇനി ഈ ഒരു ദിവസത്തെ അല്ല, 2-3 ദിവസത്തെ ചാള വെട്ടിയതിൻ്റെ കൂടെ അതിൻ്റെ കൂടെയും കുറേശ്ശെ ശർക്കരയും കൂടി ചീവി ഇടണമെന്നേ ഉള്ളൂ. ചേർത്തും ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഒരുമിച്ച് കേട്ടോ. അങ്ങനെ ഞാൻ വെച്ചത് 3 ദിവസത്തിന് ശേഷം എടുത്ത് 3-4 ദിവസം കൂടുമ്പോൾ എടുത്ത് ഇങ്ങനെ ഇതേപോലെ ക്ലോക്ക് വൈസ് ഒന്ന് കറക്കി കൊടുക്കണം. അതാണ്ട് നന്നായി പതഞ്ഞ് വരുന്ന കണ്ടോ. ഇതിനകത്ത് പുഴുവോ ഈച്ചയോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആ വെള്ളത്തോടെ ഒഴിച്ചു വെച്ച സാധനമാണ്. നന്നായി പതഞ്ഞ് അതൊരു വലിയ ദുർഗന്ധമൊന്നുമില്ല. നമുക്കൊരു ഉണക്കമീൻ്റെ സ്മെല്ലും ശർക്കരയുടെ സ്മെല്ലും കൂടെ ഒക്കെ തോന്നിക്കത്തുള്ളൂ കേട്ടോ. ഞാനിത് വളങ്ങളും പച്ചക്കറി വിത്തുകളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ഇരുണ്ട മുറിയിലേക്ക് മാറ്റി സൂക്ഷിച്ച് വയ്ക്കും. ഒരു മാസത്തിന് ശേഷം നമുക്കത് തുറന്ന് ഉപയോഗിക്കാനെടുക്കാം. അപ്പോഴത്തേക്ക് ആ മീനിൻ്റെ തലയും മുള്ളും എല്ലാം നന്നായി അതിൽ അലിഞ്ഞിട്ടുണ്ടായിരിക്കും. 1 മാസത്തിനിടയ്ക്ക് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഉപയോഗിക്കുമ്പോൾ 1-2 സ്പൂൺ മാത്രം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ചെടികൾ പൂക്കാനും കായ പിടിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. വെള്ളത്തോടു കൂടി ഇട്ട് വെച്ചാൽ പുഴുത്തു പോകുമെന്ന് ചിലർ പറയാറുണ്ട്. അത് ചുമ്മാതെയാണ്. വെള്ളത്തോടെ ഇട്ട് വെച്ചാലും നല്ല ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ജൈവവളത്തോടൊപ്പം ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാം.